നമ്മുടെ കൊച്ചിയിൽ കുണ്ടന്നൂർ ഭാഗത്ത് പോകുമ്പോൾ ഒരു ചരിഞ്ഞു നിൽക്കുന്ന ഫ്ലാറ്റില്ലേ, അതിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. അവിടെ ഇപ്പോഴും അർജുൻ സാറ് മുകളിൽ കണക്ക് നോക്കുന്നുണ്ടോ. പലപ്പോഴും അതിൽ ഒരുപാട് കഥകൾ അതിന്റെ കമന്റ് സെക്ഷനിൽ വരുന്നുണ്ട്. ഇങ്ങനെ അവിടെ നിൽക്കുന്നു, കാണുന്നു. ഇത്രയും നാളായിട്ട് പുള്ളി കണക്ക് നോക്കി തീർന്നില്ല ഈ ചരിഞ്ഞ ബിൽഡിംഗിൽ. ഇപ്പൊ കുറെ ആളല്ലേ പണിയൊന്നും ഇല്ലാതെ കിടക്കണേ. അദ്ദേഹം അവിടെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് മറ്റേ ടാലി, മറ്റേ EX ജനറേഷൻ നെക്സ്റ്റ്, അങ്ങനെ പുതിയ പുതിയ സോഫ്റ്റ്വെയർ നമുക്ക് കൊണ്ട് കൊടുക്കാം. പണി താങ്കൾക്ക് അറിയുമെന്ന് അറിയില്ല. ഇപ്പോഴും ചങ്ങനാശ്ശേരി ഒരു ബിൽഡിംഗ് കിടക്കുന്നുണ്ട്, റെന്റിന് പോകില്ല. എന്താ കാര്യം എന്നറിയും? എന്താ കാര്യം എന്നറിയും? അവിടെ റെന്റിന് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാം മുടിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അങ്ങനെ ഒരു ട്രെയിനിൽ നിന്ന് ചാടിയിട്ടില്ല. അതായത് മറ്റേ പ്ലാറ്റ്ഫോം ദൂരെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഈ ട്രെയിനിൽ നിന്ന് ചാടുമ്പോ എന്റെ മറ്റേ വലിയ ബാഗ് ഉണ്ടെന്ന് ഞങ്ങളത് ആലോചിക്കണം. എന്റെ സുഹൃത്ത് ശരിക്കും പറഞ്ഞാൽ ആ ബാഗ് ഞാൻ അവൻ്റെയിലേക്ക് കൊടുക്കുമ്പോൾ അവനവിടെ വീണ്, എന്നിട്ട് അവൻ ബാഗ് വിട്ടില്ല. പാവം എന്നോടുള്ള ആത്മാർത്ഥമില്ല. അതിന്റെ അവിടെ നിന്ന് ഞാൻ ചാടി. ഇതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നുവരെയും ചെയ്തിട്ടില്ല, ഇന്നുവരെ. അപ്പോൾ ആളിങ്ങനെ ഹൗസിൽ നിൽക്കുമ്പോൾ രാത്രി വെള്ളിയാഴ്ചകളിൽ മാത്രമേ ഇവള് അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. അമ്മ കിടക്കല്ലേ, എനിക്ക് 12 മണിക്ക് ഭയങ്കര പേടിയാ. 12 മണി, വെള്ളിയാഴ്ച 12 മണി എന്ന് പറയുന്നത് കുട്ടി ചെറുപ്പം പോലെ കേൾക്കുന്നത് അന്ന് പ്രേതം വരുന്ന സമയമാണ്. ബോംബേക്ക് പോയിന്ന് വെച്ചു. ഏത് ബിൽഡിംഗ് കിഴക്കോട്ടിരിക്കണം പടിഞ്ഞാറോട്ടിരിക്കണം ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഒരു ഫ്ലാറ്റ് എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും ഞാൻ താമസിച്ചോളാം. കാരണം അവിടുത്തെ ഏറ്റവും മറ്റേ അലപ്രായിട്ടുള്ള ഒരു ഫ്ലാറ്റിന് തന്നെ 1.5 കോടി 2 കോടി രൂപ വരും. അപ്പൊ എങ്ങനെയെങ്കിലും എന്ത് ചെയ്താൽ. ഇതിൽ തന്നെ പറയുന്ന അടുത്ത വാചകം എന്ന് വെച്ചാൽ ബോഡി, മൈൻഡ്, എനർജി, കോൺഷ്യസ്നെസ്. ഇതാണ് എന്തുള്ളത്, ബോധമുള്ള എനർജിയാണ്. ഈ ശരീരം പോകും. ഇപ്പൊ ശരീരം മരിച്ചു കഴിഞ്ഞാലും എനർജി അവിടെ തന്നെ ഉണ്ടാവും. അതിന് പുള്ളിക്കാരി ക്വാണ്ടം ഫിസിക്സിനൊക്കെ പറയുന്നുണ്ട്. അതായത് എനർജി അങ്ങനെ പെരിഷ് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണെന്നൊക്കെ. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കാൻ സഹായിച്ച ഒരാൾ കൂടിയുണ്ട്. അതാരാണത്? അദ്ദേഹത്തിൻ്റെ പേര് മോഹൻലാൽ. ഓഹോ.